ഹിന്ദുക്കൾക്ക് പോലും സഹിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മുസ്ലിം വർഗീയത പറഞ്ഞുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി വോട്ട് പിടിച്ചത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വളച്ചൊടിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ആ വർഗീയതക്കൊപ്പം മറ്റു ജനങ്ങൾ നിൽക്കുമെന്നും 400 സീറ്റ് എന്ന ലക്ഷ്യം എളുപ്പം നേടാനാകുമെന്നും വെറുതെ വ്യാമോഹിച്ചിരുന്നു. ഫലം വന്നപ്പോൾ ബി 8 നിലയിൽ പൊട്ടി. വർഗീയതയുടെ വിളനിരാട്ടം അല്ല ഇന്ത്യ എന്ന് വോട്ടർമാർ ബി കാണിച്ചു കൊടുത്തു. എന്നാൽ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന സാമാന്യ ബോധമുള്ള മനുഷ്യന്റെ ഗുണം പക്ഷേ ബി ഇല്ലാതെ പോയി. തോൽവിക്ക് പിന്നാലെ വീണ്ടും വർഗീയ കാർഡ് ബി ഇറക്കുമ്പോൾ അതിന് പിന്നിൽ അമിത്ഷാ എന്ന കേന്ദ്രമന്ത്രിയാണ്. മുസ്ലിം വിരോധം കൊണ്ട് രാജ്യത്ത് വോട്ട് പിടിക്കാൻ സാധിക്കില്ലെന്ന് അമിത്ഷാക്ക് ബോധ്യമുണ്ട്. എന്നിട്ടും ഇത്തരം പരാമർശം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാര്യം മാത്രമാണുള്ളത്. അത് ബി നഷ്ടമായ അപ്രമാദിത്വം തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ്. നിലവിൽ മോദിക്കും രാജ്നാഥ് സിംഗിനും പിന്നിലാണ് പാർട്ടിയിൽ അമിത്ഷായുടെ സ്ഥാനം. അതും മുന്നിൽ കണ്ടുകൊണ്ട് ഷാ നടത്തിയ പ്രഹസനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബി പിछड़ा സമ്മാൻ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഹരിയാനയിൽ ഞങ്ങൾ മുസ്ലിം സംവരണം നടപ്പിലാക്കില്ല. കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിലെത്തിയാൽ OBC-ക്കാരുടെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും. അമിത്ഷായുടെ ഈ പരാമർശം രാജ്യത്തെ മുസ്ലിം സമുദായത്തിനെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ താഴെത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കൾ വരെ നടത്തിയ പ്രചരണമായിരുന്നു കോൺഗ്രസ് പിന്നോക്ക വർഗക്കാരുടെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നത്. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലും ഇതേ പ്രചരണം തന്നെ തുടരാനുള്ള ശ്രമമായും ഈ വാക്കുകളെ കാണാൻ സാധിക്കും. അതിന് ചുക്കാൻ പിടിക്കാൻ അമിത്ഷാ തന്നെ നേരിട്ട് ഇറങ്ങുന്നതിന് പിന്നിൽ ഒറ്റ കാര്യം മാത്രമാണുള്ളത്: ബി ഒന്നാമൻ എന്ന ലക്ഷ്യം ഈ വർഷം തന്നെ പോക്കറ്റിലാക്കുക എന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഇതിനു പിന്നാലെ നിരന്തരമായ വർഗീയ പ്രചരണമാണ് ബി ഭാഗത്തു നിന്നും ഉണ്ടായത്. കോൺഗ്രസ് OBC-ക്കാരുടെ താലിമാല വരെ പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നതായിരുന്നു ഏപ്രിൽ 1-ാം തീയതി രാജസ്ഥാനിലെ ബൻസ്വാദയിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. രാജ്യത്തിന്റെ സമ്പത്തിനുമേൽ കൂടുതൽ അധികാരം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നും വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറി വന്നവർക്ക് നൽകുമെന്നും അത് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നും മോദി ആരോപിക്കുകയായിരുന്നു. കടുത്ത വർഗീയ പരാമർശം നടത്തിയിട്ടും നരേന്ദ്രമോദിക്കെതിരെ ഉടനടി നടപടി സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അന്ന് വിമർശനങ്ങൾ ഉയർന്നതാണ്. ഒടുവിൽ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങൾക്കും മോദിയുടെ പരാമർശങ്ങൾക്കുമെതിരെ ഒരുമിച്ച് നടപടി സ്വീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തടികൂരിയത്. വീണ്ടും അമിത്ഷായിലൂടെ അതേ കാർഡ് തന്നെ ബി പൊടിതട്ടിയെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഹരിയാനയിലെ ന്യൂനപക്ഷം നിൽക്കുന്നത്.